നമസ്കാരം പ്രശാന്ത് സാർ. നമസ്കാരം. സാർ ഒരു ചെറിയ സംശയമാണ്. അതായത് ഈ നമ്മുടെ കോന്നി എം.എൽ.എ ജനീഷ് അല്ലേ? അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയിട്ട് പിന്നെ ഇവിടെ നക്സലുകൾ കയറും, നിന്നെയൊക്കെ കത്തിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ സാർ? അത് അദ്ദേഹം പറയാതെ പറഞ്ഞതല്ലേ? CPM-ൻ്റെ ഒരു ഭാഷ്യം, ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളൊന്ന് ഇറങ്ങിത്തരണം എന്ന് പറഞ്ഞതല്ലേ സാർ? അതിൻ്റെ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു വിവക്ഷ അങ്ങനെയല്ലേ? അല്ല, യഥാർത്ഥത്തിൽ അതിനകത്തുള്ളൊരു കാര്യം, അതിനകത്ത് അർത്ഥമുണ്ടെങ്കിൽ പോലും ഈ ഗതികെട്ട് പറയുന്നതാണ്. കാരണം ഈ ആവാസ വ്യവസ്ഥിതി മുഴുവൻ വനത്തിൻ്റേത് നഷ്ടപ്പെട്ടു. കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഇപ്പം നാട്ടിലാണ്. തീർച്ചയായിട്ടും. പത്തനംതിട്ട ജില്ലയാണെങ്കിലും വയനാട് ജില്ലയാണെങ്കിലും ഇപ്പം എറണാകുളം ജില്ലയിൽ പോലും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ വനപ്രദേശത്തിന് സമീപത്ത് കിടക്കുന്ന ജില്ലകളിലൊക്കെ തന്നെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഈവൻ ആലപ്പുഴയിൽ പോലും, ആലപ്പുഴ നമുക്കറിയാം വനത്തിന് ഓഫീസില്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലം ജില്ലയിൽ വനമുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ വനമുണ്ട്, ഇടുക്കി ജില്ലയിൽ വനമുണ്ട്. പക്ഷേ എന്നാൽ പോലും ആലപ്പുഴയിൽ പോലും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം. പന്നികൾ, ഒരു കർഷകന് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാട്ടുപന്നികൾ ഇറങ്ങി മൊത്തം കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. കടുവകൾ മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആന ഇറങ്ങി ശല്യം ചെയ്യുന്നു. അപ്പം ഒരു MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ഇവർ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ ഇറങ്ങി വോട്ട് ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇപ്പം ജിനീഷ് കുമാർ MLA വനം വകുപ്പിൻ്റെ ഓഫീസ് നക്സലുകൾ കത്തിക്കുമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശനം നടത്തുന്നതോ ഒന്നും ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം 8 മാസം അല്ലെങ്കിൽ 10 മാസത്തിനകം നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ജനങ്ങളെ വീണ്ടും ഇവർ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജനവികാരം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഇപ്പം അവിടെ കാർഷിക വിളകളെല്ലാം കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. വയലുകൾ മുഴുവൻ പന്നികൾ കൂട്ടത്തോടെ വന്ന് പറ്റി. പക്ഷെ നമ്മളതിൻ്റെ മറുവശം, ഇത് എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതിനകത്തിലാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട്. യഥാർത്ഥത്തിൽ വനസംരക്ഷണം അല്ലെങ്കിൽ വനത്തെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പരിധിവരെ പങ്കുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ കാടൻ നിയമങ്ങളാണ്. പോലീസിനെക്കാട്ടിൽ മോശമായിട്ടാണ് യഥാർത്ഥത്തിൽ ആര് പെരുമാറുന്നത്? ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്. ഇപ്പം വനം വകുപ്പിലെ ഇപ്പം സമീപത്ത് ഏതെങ്കിലും ഒരു മൃഗത്തിന് പിന്നെ വൈദ്യുതാഘാതമേറ്റാൽ ഉടനെ തന്നെ അവിടുത്തെ ആ ഒരു പ്രദേശത്തുള്ള സാധാരണ നമുക്കറിയാം, ഈ വനപ്രദേശത്തിന് ഗുഡ്രിക്കൽ റേഞ്ചിലോ കോന്നി റേഞ്ചിലോ അല്ലെങ്കിൽ നടുവത്തുമൂഴി റേഞ്ചിലോ അല്ലെങ്കിൽ പിന്നെ റാന്നി റേഞ്ചിലോ ഒക്കെ പിന്നെ വനത്തോട് ചേർന്ന് താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും ആദിവാസികളും ദളിതരും പിന്നോക്കക്കാരും ശബ്ദമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഭരണത്തിൽ സ്വാധീനമില്ലാത്ത സമ്പന്നരല്ലാത്ത വെറും സാധാരണക്കാരാണ് ഈ വനപ്രദേശത്ത് താമസിക്കുന്നത്. അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കോന്നിയിലുണ്ടായ സംഭവം എന്ന് പറയുമ്പം ഒരു കാട്ടാന വൈദ്യുതാഘാതമേറ്റു, ഷോക്കേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗത്തെ പിടിച്ചുകൊണ്ട് 10-11 പേരെ പിടിച്ചുകൊണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരങ്ങ് കൊണ്ടുപോവുകയാണ്. അല്ല സാർ, അങ്ങനെയല്ല പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഈ സ്ഥലത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരു ഭൂമാഫിയ ബന്ധമുള്ള അങ്ങനെയാണ് കേൾക്കുന്നത്. അത് വലിയ ആളാണ്. പക്ഷെ ഭൂമാഫിയ ബന്ധമുള്ള ആളാണെങ്കിൽ അയാളെ അല്ലേ പിടിച്ചുകൊണ്ട് പോകേണ്ടത്? അയാളുടെ ജോലിക്കാരനാണ് ഈ ആന. അവിടെ യഥാർത്ഥത്തിൽ ഈ പിടിച്ചുകൊണ്ട് പോയത് ജോലിക്കാരനെ അല്ല, ഒരു JCB വന്ന് അവിടെ വൃത്തിയാക്കാൻ കൈത കൃഷിക്ക് വേണ്ടി ആ പ്രദേശത്തെ ഒരു ഭൂമി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരുത്തനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പം ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് പിന്നെ വനം മന്ത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള മന്ത്രിമാരുടെ ഏറ്റവും ദയനീയ പരാജയമാണ് ഈ വനം മന്ത്രി. ഒരു വെളിവില്ലാത്ത മന്ത്രി, ഒരു ഒട്ടും പ്രാപ്തനല്ല. പ്രായത്തിൻ്റെ അവശതയുണ്ട്. തീരുമാനങ്ങൾ എത്തിക്കുന്നതിൽ വളരെ സ്ലോയാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന് കഴിവുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ എന്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിവെന്ന്. കാരണം അതൊരു വലിയ വിവാദമായി വന്ന വിഷയമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ വയസ്സുകാലത്തും വിവാദമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഭരണകാലം. അപ്പം അദ്ദേഹത്തിന് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ പ്രായമായെങ്കിൽ. സാർ, എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, പിണറായി വിജയൻ വല്ലാതെ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ലേ? എന്തിനാണ് സാർ ഇങ്ങനെ സംരക്ഷണം? അതൊരു ന്യായമായ ചോദ്യമാണ്. ഇപ്പൊ ഇത്രയും പ്രാപ്തനല്ലാത്ത ഒരു ആളിനെ, പ്രത്യേകിച്ച് കേരളത്തിലെ വനം പോലെയുള്ള കേരളത്തിന്റെ വനവിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ പ്രഗത്ഭന്മാർ ഒരുപാട് പേര് കൈകാര്യം ചെയ്തു. വളരെ വളരെ ആർജവമുള്ള കഴിവും പ്രാപ്തിയുമുള്ള നല്ല CPI ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തും ജനതാദൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തും
ഈവൻ അല്ലെങ്കിൽ ഗണേഷ് കുമാർ ഈ വകുപ്പ് UDF ഭരണകാലത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ അടുക്കും ചുറ്റോടും കൂടി നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വകുപ്പ് ഒരു നാഥനില്ലാ കളരിയാണ്. ഉദ്യോഗസ്ഥന്മാർ തൻപ്രമാണിത്വം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്തിൽ വേണ്ടത്ര തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല. വന്യജീവി ആക്രമണത്തിൽ കൊലപ്പെടുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ കൃത്യമായ കോമ്പൻസേഷൻ പോലും കിട്ടുന്നില്ല. കർഷകരുടെ വിളകൾ നശിപ്പിക്കുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. മലയോര മേഖലയിലെല്ലാം തന്നെ കർഷകർ ഈ കൃഷിയിൽ നിന്നും പിന്നോട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു MLA ഇത്തരത്തിൽ പോയി ഫോറസ്റ്റ് ഓഫീസിൽ പോയി കത്തിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അസഭ്യം പറഞ്ഞതൊന്നും ന്യായീകരിക്കുന്നതല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പെരുമാറുന്നതിന് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഈ MLA-മാരൊക്കെ ജനങ്ങളുടെ അടുത്ത് നിന്ന് വോട്ട് ചോദിക്കേണ്ടതാണ്. അപ്പം അതാണ് അതിനകത്തുള്ളൊരു അല്ല സാർ, ഇതിനകത്ത് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന മന്ത്രിയെ എന്തിന് ഇങ്ങനെ അദ്ദേഹം ചുമക്കുന്നു? അത് ഒരു സംശയം. 2, എലത്തൂർ പോലൊരു സ്ഥലത്തു നിന്നാണ് ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ഈ ശശീന്ദ്രൻ CPM-ന്റെ വോട്ടാണ്, CPM-ന്റെ വോട്ടിലാണ്. പിന്നെ സാറ് പറഞ്ഞ വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, അതൊരു വലിയ വിഷയമാണ്. ആവാസ വ്യവസ്ഥയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ മന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ട്, ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് ഉൾക്കാട്ടിനകത്ത് ഇവർക്ക് ഈ ആനയ്ക്കായാലും കടുവയ്ക്കായാലും അവർക്ക് മേയാനുള്ള, അവർക്ക് സഞ്ചരിക്കേണ്ട വഴികളിലൊക്കെ വേറെ കൃഷിയാണ്, ഏലം. ഞാനിതൊരു പരിസ്ഥിതി പ്രവർത്തകൻ ഈ അടുത്തിടയ്ക്ക് ഒരു സംസാരത്തിൽ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കറിയില്ല, അവിടെ നമ്മൾ ഉൾക്കാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇത് പിന്നെ കാനനം, അത് വനമാണോ ഉൾക്കാടാണോ എന്നൊരു സംശയം തോന്നുന്നു. ഏലം കൃഷി അതിനകത്തുള്ളതാ, വേറെ പിന്നെ തേക്ക് കൃഷി, ഇതൊക്കെ ഗവൺമെന്റ് അറിയാതെ ഉണ്ടോ? ഈ കാശൊക്കെ എവിടെയാ പോകുന്നത്? സാറ് പറയുന്ന ഇത് വന്യജീവി ആക്രമണത്തിന് കൊടുക്കേണ്ട കാശ് പോലും സർക്കാരിന്റെ കയ്യിലില്ല. വന്യജീവി ആക്രമണത്തിന് കൊടുക്കുന്ന കാശ് സർക്കാർ കൊടുക്കുന്നില്ല, കൃഷിനാശം സംഭവിക്കുന്ന കർഷകർ കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതോടുകൂടി പണ്ട് ഉണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന ജലാശയങ്ങൾ മുഴുവൻ വറ്റി കണ്ടു. മറ്റ് ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ അവർക്ക് ആനയ്ക്കാണെങ്കിലും മറ്റു മൃഗങ്ങൾക്കാണെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള സാർ, ഇത് നമ്മൾ ഈ പറഞ്ഞ ഉൾക്കാട്ടിലെ കൃഷി എന്ന് പറഞ്ഞില്ലേ സാർ, അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ കച്ചവടം, നല്ലൊരു A-class കച്ചവടം മുഖ്യമന്ത്രിയോട് അറിഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ സാർ? അതുകൊണ്ടല്ലേ സാർ മുഖ്യമന്ത്രി ഒരു നല്ല A-class കച്ചവടം നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ? മുഖ്യമന്ത്രിയെ പഴി പറിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു വകുപ്പ്, പ്രത്യേകിച്ച് ഒരു വനം പോലുള്ളൊരു വകുപ്പ്, ആ വകുപ്പിന്റെ മന്ത്രിക്കാണ് അതിനകത്തിൽ ആ മന്ത്രിക്കാണ് അതിനകത്തിൽ അൾട്ടിമേറ്റ്ലി അതിനകത്ത് ഇടപെടാനുള്ള. ആണെങ്കിൽ പോലും ഇത് എത്രയോ പ്രഗത്ഭന്മാര് കൈകാര്യം ചെയ്ത ഒരു നല്ല വകുപ്പാണ്, ഇത്രയും ഉദ്യോഗസ്ഥന്മാരുള്ള വകുപ്പാണ്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുകൊണ്ടല്ല പലപ്പോഴും വനത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥ. ഇത് കൃത്യമായി ഭരണം ഈ മന്ത്രിയുടെ ഭരണപരാജയമാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്തായി ഈ വനമേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. സാർ, ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലേ? ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ ആ പങ്കിനെ നിലക്ക് നിർത്തേണ്ട മന്ത്രിയാണ്. അതിനാണല്ലോ മന്ത്രിയെ. ഇല്ലെങ്കിൽ പിന്നെ ഈ ഫോറസ്റ്റ് വകുപ്പ് ഭരിക്കാൻ വേണ്ടി IFS ഒരു കൺസർവേറ്ററും ചീഫ് കൺസർവേറ്ററും കുറച്ച് DFO-മാരും കുറച്ച് റേഞ്ച് ഓഫീസർമാരും മാത്രം മതിയല്ലോ. ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു വനം മന്ത്രിയും അല്ലെങ്കിൽ വനത്തിൻ്റെ ഒരു വനം വകുപ്പ് സെക്രട്ടറിയും ഇത്തരത്തിലുള്ള ഭരണ സംവിധാനം വെച്ചേക്കുന്നത് തന്നെ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ഏതായാലും സാർ, നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയുള്ളൂ പറയാൻ. ഇത്രയും ഒരു ഏകോപനമില്ലാത്ത മന്ത്രി ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരു ആല് കുരുത്താൽ അതും ഒരു തണല് എന്ന് കരുതി ഇരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ധരിക്കാം. ഇതിനകത്ത് മുഖ്യമന്ത്രിക്കല്ല ഇതിനകത്ത് പ്രധാന ഉത്തരവാദിത്തം. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഇത് വനം മന്ത്രിക്ക് മാത്രമാണ്. അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോകണം. അതാണ് ജിനേഷ് പറഞ്ഞത്. വേണേ നമുക്ക് അങ്ങനെ വേണേ അതിനെ വ്യാഖ്യാനിക്കാം. നന്ദി.